വ്യത്യസ്ത യൂണിഫോമുമായി ചെറിയ മക്കൾ പിടിക്കപ്പെടുകയാണ്. എന്തിനാണ് അവരുടെ ബാഗിൽ കുറേ യൂണിഫോം? വിവിധ സ്കൂളുകളിൽ കയറി അവിടെയുള്ള യൂണിഫോം ധരിച്ച് ആ കുട്ടികളോടൊപ്പം മിങ്കിൾ ചെയ്ത് ആവശ്യക്കാർക്ക് ലഹരി നൽകി നല്ലൊരു സന്ദർഭത്തിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് വേറെ സ്കൂളിൻ്റെ അടുത്തെത്തി അവിടുത്തെ യൂണിഫോം ധരിച്ച് ആ കുട്ടികളുടെ ഇടയിൽ ചേർന്ന് അവർക്കും ലഹരി വിതരണം ചെയ്യാൻ മാത്രം ചെറിയ മക്കൾ പോലും സന്നദ്ധരാണ്. അവർക്ക് ധാരാളം പൈസ കിട്ടുന്നു, ലഹരി ഉപയോഗിക്കാൻ സൗജന്യമായി ലഭ്യമാകുന്നു. അതിനൊക്കെ അപ്പുറം അവരുടെ ഉമ്മയുടെയൊക്കെ പ്രായമുള്ളതും അതിൻ്റെ മേലെയും താഴെയുള്ളതും ഒക്കെ ആയിട്ടുള്ള സ്ത്രീകളുമായുള്ള വൃത്തികെട്ട ഏർപ്പാടുകൾക്കും ഇത്തരം കരിയർമാർക്ക് അവസരം കിട്ടുന്നു. വളരെ ഗുരുതരമായൊരു കേസ്. മലപ്പുറം ജില്ലയിലെ പ്രസിദ്ധമായൊരു ഡി അഡിക്ഷൻ സെൻ്ററാണ് തിരൂരിലുള്ളത്. ഡി അഡിക്ഷൻ സെൻ്റർ നമുക്കൊക്കെ അറിയാം. ഇത്തരം ബുദ്ധിമുട്ടുകളിൽ അകപ്പെടുന്ന ആളുകൾക്ക് ചികിത്സ നൽകുന്ന കേന്ദ്രങ്ങൾ. അവിടെയുള്ള പ്രധാനപ്പെട്ട ഡോക്ടർ ഏതാനും ആഴ്ചകൾക്ക് മുമ്പേ ഒരു പ്രഭാഷണം നടത്തി. അദ്ദേഹം അതിൽ പറയുന്ന കാര്യം എന്താണ്? നമ്മുടെ ജില്ലയിൽ പ്രത്യേകിച്ചും കൂടുതലായി ലഹരിയുടെ ലോകത്തേക്ക് കടന്നു വരുന്നത് യുവതികളും പെൺകുട്ടികളുമാണെന്നാണ്. പണ്ട് ഏതായാലും കുറേ നമ്മളൊക്കെ ഫ്രീക്കന്മാർ എന്ന രീതിയിൽ അവഗണിച്ച് നിർത്തിയവരോട് മാത്രം പറയേണ്ട പ്രഭാഷണങ്ങൾ നമ്മുടെ വീടകങ്ങളിൽ പറയേണ്ടി വരുന്നു. ഉമ്മമാരെയും സഹോദരിമാരെയും നിർത്തി പറയേണ്ടി വരുന്നു. ചെറിയൊരു ലോകമല്ല സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത്. ഇങ്ങനെ ലഹരിയിലൂടെ മാത്രം ജീവിക്കുന്നവരുണ്ടായാൽ നമ്മുടെ മക്കൾക്ക് ഏതാനും വർഷങ്ങൾക്ക് ശേഷം പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. അവർ കിഡ്നാപ്പ് ചെയ്യപ്പെടും, റേപ്പ് ചെയ്യപ്പെടും. ആരെയും വിശ്വസിക്കാൻ പറ്റില്ല.